അപ്പോൾ ഇതിൽ H1 വിസയിൽ പറയേണ്ട കാര്യം, അതായത് ഇനി മുതൽ ഈ 65,000 വിസയ്ക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആ ബേസിക് ക്വാളിഫിക്കേഷൻ മതി, ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് എക്സ്പീരിയൻസോ മാത്രം മതി, കമ്പ്യൂട്ടർ ഡിഗ്രി അതുപോലെ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി, പിന്നെ അല്പസ്വല്പം എക്സ്പീരിയൻസും ഏതെങ്കിലും കമ്പനി സ്പോൺസർ ചെയ്താൽ മതി. നേരെ മറിച്ച് ഇനി മുതൽ അത് മാറ്റാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നവർ, ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർ, ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ, അവർക്കെല്ലാം മുൻഗണന കൊടുക്കും. അപ്പോൾ ഇപ്പോൾ പഠിച്ച് പാസ്സായി അല്ലെങ്കിൽ 1 വർഷമോ 2 വർഷമോ മാത്രം പരിചയമുള്ളവർക്ക്, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവർക്ക് കിട്ടാനുള്ള സാധ്യത ഇല്ലാതാവും. അപ്പോൾ ഏറ്റവും മുന്തിയ ആ മുൻഗണനാ ക്രമത്തിലേക്ക് H1 വിസ മാറിപ്പോവും. അതും നമ്മുടെ യുവാക്കളെ ഏറെ ബാധിക്കുന്ന കാര്യമാണ്. അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതകൾ മങ്ങുന്നു. പിന്നീട് കുറേ പ്രായമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറേ എക്സ്പീരിയൻസും കിട്ടിക്കഴിഞ്ഞ് ചുരുക്കമായിട്ട് വരാം. അപ്പോഴത്തേക്ക് അവരുടെ താല്പര്യങ്ങളും വ്യത്യസ്തമായി മാറിയെന്നിരിക്കും. അപ്പോൾ എന്തായാലും ആ മാറ്റവും നമുക്ക് ഗുണകരമല്ല എന്നാണ് ഇപ്പം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഈ H1 വിസയിൽ കൂടുതലായിട്ടും വരുന്നത്, അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 80% ഉപയോഗിക്കുന്ന ഇന്ത്യക്കാരാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം ബാധിക്കുന്ന ഇന്ത്യക്കാരെയാണെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. നമുക്ക് താരിഫ് വരുമ്പോഴും എല്ലാം മറ്റു രാജ്യങ്ങളെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു നിര്യാത ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുക. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അത് ശരിക്ക് ശുദ്ധീകരിച്ചിട്ട് മറ്റു രാജ്യങ്ങൾക്കെല്ലാം വിൽക്കുന്നു എന്നാണ് അമേരിക്കയുടെ ആരോപണം. അങ്ങനെ കാശുണ്ടാക്കുന്നു എന്നാണ് ആരോപണം. നേരെ മറിച്ച് ഇന്ത്യയേക്കാൾ കൂടുതൽ ചൈന വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ റഷ്യയിൽ നിന്നാണ് ഈ പ്രകൃതിവാതകം മുഴുവൻ യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം വാങ്ങുന്നത്. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യക്ക് മാത്രമാണ് പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യക്കെതിരായ ഒരു നീക്കമായിട്ട് ഇത് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ H1 വിസയിലൊക്കെയുള്ള മാറ്റങ്ങളും ഇതുപോലെ തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കും. അതിൻ്റെ കൂടിയാണ് നല്ല സ്വഭാവമുള്ളവരെ മാത്രമേ ഇവിടെ വിസയ്ക്കും ഗ്രീൻ കാർഡിനും പൗരത്വത്തിനും ഒക്കെ അനുവദിക്കൂ എന്നാണ് ഇപ്പോൾ പുതിയൊരു നിയമം വന്നിരിക്കുന്നത്. നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് കണക്കാക്കാൻ പറ്റുക? നമ്മൾ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മളെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾക്കെതിരെ കേസുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല സ്വഭാവം ആണെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ അതല്ല. നമ്മളെക്കൊണ്ട് ഈ രാജ്യത്തിന് എന്ത് ഗുണമുണ്ടായി, നമ്മൾ ഈ രാജ്യത്തിനെതിരെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ, ഇനി ഈ യഹൂദർക്കെതിരെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഇനി മുതൽ നമ്മുടെ സ്വഭാവം നിർണ്ണയിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള വിമർശനം വന്നിരിക്കുന്നത് ഇത് ഈ 1950-കളിലൊക്കെ മക്കാർത്തിസം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ആരോപിച്ച് ആളുകളെ ഉപദ്രവിക്കുക, ആളുകൾക്കെതിരെ നടപടികളിലേക്ക് അവരെല്ലാം ഭീഷണിപ്പെടുത്തുകയും അവരെല്ലാം അറസ്റ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, മക്കാർത്തിസം. അത് തിരിച്ചു വരികയാണ് ഇപ്പോൾ സ്വഭാവത്തിൻ്റെ പേരിൽ എന്നാണ് ആക്ഷേപം വരുന്നത്.